ഹലോ നമസ്കാരം, എൻ്റെ പേര് അപർണയാണ്. ഇതെൻ്റെ ചാനലാണ് ടാരോ വാരിയർ മലയാളം. എല്ലാവർക്കും ഈ ചാനലിൽ വെൽക്കം. ഇന്ന് ഞാൻ സാജിറ്റേറിയസിന് വേണ്ടിയിട്ട് മന്ത്ലി സെപ്റ്റംബർ റീഡിംഗ് ആണ് ചെയ്യാൻ വന്നിരിക്കുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അപ്പോൾ എല്ലാവർക്കും എല്ലാ മെസ്സേജസ് റെസൊനേറ്റ് ആവില്ല. റെസൊനേറ്റ് ആവണ മെസ്സേജസ് എടുക്കുക, റെസൊനേറ്റ് ആവാത്ത മെസ്സേജസ് ലെറ്റ് ഗോ ചെയ്യുക. അതല്ലാണ്ട് നിങ്ങൾക്കൊരു പ്രൈവറ്റ് റീഡിംഗ് ബുക്ക് ചെയ്യണം വെച്ചാൽ ബുക്കിംഗ്സ് അവൈലബിൾ ആണ്. പ്രൈവറ്റ് റീഡിംഗ് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ ഇമെയിൽ ചെയ്യുക, ഇല്ലെങ്കിൽ വെബ്സൈറ്റിൽ പോയിട്ട് വാട്സാപ്പ് ചാറ്റ് അയക്കുന്നുണ്ട്, അതിനെ ക്ലിക്ക് ചെയ്ത് ചാറ്റ് ചെയ്യുക എൻ്റെ കൂടെ. അവിടെ ഞാൻ എല്ലാം പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് അയച്ചു തരും. എന്നുവെച്ചാൽ പ്രൈവറ്റ് റീഡിംഗ് പെയ്ഡ് റീഡിങ്സ് ആണ്. അതല്ലാണ്ട് എൻ്റെ ബ്ലോഗ്സ് ഉണ്ട് വെബ്സൈറ്റിൽ, അത് ഫ്രീ ആണ് എല്ലാവർക്കും വേണ്ടിയിട്ട്. അവിടെ ഞാൻ വീക്ക്ലി മന്ത്ലി റീഡിങ്സ് ഒക്കെ ഇടാറുണ്ട്. അപ്പോൾ അതും നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം, അത് ആബ്സല്യൂട്ട്ലി ഫ്രീ ആണ്. ഈ യൂട്യൂബ് ചാനലിൽ ഒരു ജോയിൻ ബട്ടൺ ഉണ്ട്. ആ ബട്ടൺ നിങ്ങൾ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് മെമ്പർ ആവാം. ഈ ചാനലിൻ്റെ മെമ്പർഷിപ്പിൽ നിങ്ങൾക്ക് ഏർലി ആക്സസ് കിട്ടും. ഞാൻ അപ്ലോഡ് ചെയ്യണ ഉടനെ നിങ്ങൾക്ക് വീഡിയോസ് കാണാൻ പറ്റും. ഇത് മെമ്പേഴ്സിന് മാത്രം അവൈലബിൾ ആണ്. നോൺ മെമ്പേഴ്സിന് വെയിറ്റ് ചെയ്യേണ്ടി വരും. ആ ഡേറ്റ് അനുസരിച്ചിട്ട് അത് അപ്ലോഡ് ആവുള്ളൂ. അതല്ലാണ്ട് ബോണസ് റീഡിങ്സും ഞാൻ ഇടും. അതും മെമ്പേഴ്സിന് മാത്രം അവൈലബിൾ ആയിരിക്കും, നോൺ മെമ്പേഴ്സിന് അവൈലബിൾ അല്ല അത്. അപ്പോൾ മെമ്പർഷിപ്പ് ജോയിൻ ചെയ്യുക. ആൻഡ് ഇപ്പം നമ്മൾക്ക് നിങ്ങളുടെ വീഡിയോയിലേക്ക് ചെല്ലാം, എന്താണ് അവിടെ മന്ത്ലി മെസ്സേജസ് നോക്കാം. അപ്പോൾ സാജിറ്റേറിയസ് ഇപ്പോൾ നമ്മൾക്ക് നിങ്ങളുടെ മെസ്സേജസ് എന്താ വെച്ചാൽ അവിടെ നോക്കാം. അപ്പോൾ സാജിറ്റേറിയസ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്താണ് സെപ്റ്റംബറിൽ മെസ്സേജസ് എന്ന് നമ്മൾക്ക് നോക്കാം. നിങ്ങളുടെ പാസ്റ്റ് എനർജിയിൽ സാജിറ്റേറിയസ് 3 ആണ്. നിങ്ങളുടെ കറണ്ട് സെപ്റ്റംബർ എനർജി 8 ഓഫ് വോൺസ്. നിങ്ങളുടെ ഫ്യൂച്ചർ എനർജി 2 ഓഫ് സോഡ്സ്. നിങ്ങളുടെ ഏറ്റവും വലിയ ചാലഞ്ച് സെപ്റ്റംബർ മാസത്തിൻ്റെ 2 ഓഫ് പെൻറ്റിക്കിൾസ്. നിങ്ങൾക്ക് വേണ്ടിയിട്ട് അഡ്വൈസ് മജിഷ്യൻ. നിങ്ങളുടെ ഹിഡൻ ഫാക്ടർ നൈറ്റ് ഓഫ് സോഡ്സ്. നിങ്ങളുടെ ഓവറോൾ എനർജി ലവേഴ്സ്. ആൻഡ് നിങ്ങളുടെ ഔട്ട്കം ആണ് ഈ കാർഡ്. ഇത് നമ്മൾ എൻഡിലാണ് റിവീൽ ചെയ്യാൻ പോണത്. അപ്പോൾ എൻഡ് വരെ കണ്ടുകൊണ്ടിരിക്കുക ഈ വീഡിയോനെ. അപ്പോൾ സാജിറ്റേറിയസ് ഇവിടെ ഞാൻ കാണുന്നത് ലവേഴ്സ് ആണ് നിങ്ങളുടെ ഓവറോൾ എനർജി. ഇതൊരു സോൾമേറ്റ് കണക്ഷനെ കുറിച്ചാണ്. അപ്പോൾ ഒരു പാർട്ട്ണർഷിപ്പിനെ കുറിച്ചാണ്. അപ്പോൾ ഈ മാസം നിങ്ങളുടെ ക്ലോസസ്റ്റ് റിലേഷൻഷിപ്സ് ഓർ ബിസിനസ് റിലേഷൻഷിപ്പ് അതായിരിക്കും ഏറ്റവും പ്രധാനമായിട്ട് ഇവിടെ ഞാൻ കാണുന്നത്. ലവേഴ്സ് ഒരു സോൾമേറ്റ് കണക്ഷൻ ആണ് ലവ് റിലേഷൻഷിപ്പിൽ. ഇല്ലച്ച ഒരു ഡീപ്പ് ഫ്രണ്ട്ഷിപ്പ് ആയിരിക്കാം. അതല്ലച്ച ഒരു ബിസിനസ് പാർട്ട്ണർഷിപ്പ് ആയിരിക്കാം. ജെമിനി എനർജിയാണ് ലവേഴ്സ്. എന്തുകൊണ്ടാണ് ഇവിടെ ലവേഴ്സ് കാണുന്നത്? 7 ഓഫ് വോൺസ്. അപ്പോൾ എന്തോ ഇവിടെ ഒരു ബ്ലോക്കേജ് ഉണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ, നിങ്ങളുടെ പാർട്ട്ണർഷിപ്പിൽ. എംപ്രസ്, ഇവിടെ ഒരു വേറെ ഒരു പേഴ്സൺ കാണാണ്ട് എംപ്രസ് എനർജി. ഈ എംപ്രസ് ആരാണ്? നൈറ്റ് ഓഫ് വോൺസ്. അപ്പോൾ ഇവിടെ എന്തോ ഒരു ബ്ലോക്ക് ഉണ്ട്. ഇതൊരു ലവ് റിലേഷൻഷിപ്പ് ആണ് വെച്ചാൽ ഇവിടെ ഒരു പേഴ്സൺ, മേ ബി ഇത് നിങ്ങളും നിങ്ങളുടെ പേഴ്സൺ ആയിരിക്കാം. നിങ്ങൾ ഈ പേഴ്സന്റെ കൂടെ ഇൻവോൾവ് ആണ് വെച്ചാൽ നിങ്ങളുടെ എനർജി കുറച്ചൊരു ഇൻ ആൻഡ് ഔട്ട് ആയിട്ടാണ് ഞാൻ കാണുന്നത്. നിങ്ങളുടെ എനർജിയിൽ സ്റ്റെബിലിറ്റി ഇല്ല. പക്ഷെ ആ പേഴ്സൺ നിങ്ങളുടെ കൂടെ ഒരു ഫ്യൂച്ചറാണ് കാണുന്നത്. ഈ പേഴ്സൺ ഒരു സിംഗിൾ പേരന്റ് ആയിരിക്കാം, ഓറൽസ് അവർ ഈ സമയത്ത് പ്രഗ്നന്റ് ആയിരിക്കാം. അത് കുറച്ച് സൂക്ഷിക്കണം. നിങ്ങൾ പ്ലാൻ ചെയ്യൂല പ്രഗ്നൻസി. ഇവിടെ ഒരു അൺഎക്സ്പെക്റ്റഡ് പ്രഗ്നൻസിയുടെ ചാൻസസ് ഉണ്ട്. മൂൺ നിങ്ങളുടെ പാസ്റ്റ് എനർജിയിലാണ്. ഇത് ക്യാൻസർ എനർജിയാണ്. അപ്പോൾ മൂൺ ഇവിടെ ഡീപ്പ് ഇമോഷൻസിൻ്റെ എനർജിയാണ്, ഇല്യൂഷൻസിൻ്റെ എനർജിയാണ്, ഫിയറിൻ്റെ എനർജിയാണ്, സീക്രറ്റ്സിൻ്റെ എനർജിയും കൂടിയാണ്. അപ്പോൾ ഈ മൂൺ എന്താണ് ഇവിടെ? 7 ഓഫ് കപ്സ്. ഈ സിറ്റുവേഷനിൽ ഞാൻ കാണുന്നത് നിങ്ങളുടെ ലൈഫിൽ പാസ്റ്റിൽ കുറേ ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. നിങ്ങൾ മേ ബി മൾട്ടിപ്പിൾ ആൾക്കാരെ ഡേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. കാഷ്വൽ ആയിട്ടായിരിക്കും നിങ്ങൾ മീറ്റ് ചെയ്തിട്ടുണ്ടാവുക. പക്ഷെ നിങ്ങൾ ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ടായിരുന്നില്ല നിങ്ങളുടെ പാസ്റ്റിൽ. അപ്പോൾ നിങ്ങൾ കുറേ ആൾക്കാരെ മീറ്റ് ചെയ്തു, പുറത്തു പോയി ഡേറ്റ് ചെയ്തു. അതൊക്കെ ഞാൻ ഇവിടെ കാണുന്നുണ്ട് പാസ്റ്റിൽ. കറണ്ട് എനർജിയിൽ 8 ഓഫ് വോൺസ് ആണ്. അപ്പോൾ എന്തോ ഒരു ഫോർവേഡ് മൂവ്മെന്റ് ഞാൻ കാണുന്നുണ്ട്. എന്തോ ഒരു അൺഎക്സ്പെക്റ്റഡ് കാര്യം ഇവിടെ ഉണ്ടാവുന്നുണ്ട്. 8 ഓഫ് വോൺസ് ഒരു പ്ലാൻ ചെയ്യാത്ത എനർജിയാണ്.
8 of Wands, 4 of Pentacles. 4 of Pentacles എന്താണ് ഇവിടെ? Hierophant. ഈ സിറ്റുവേഷനിൽ ഒരു പേഴ്സൺ ചിലപ്പോൾ മാരിഡ് ആയിരിക്കാം. ഓക്കെ, ആൻഡ് ഞാൻ കാണുന്നത് ഇവിടെ നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് ഒരു സെപ്പറേഷൻ ആണ്. ഓറൽസ് മേ ബി നിങ്ങൾ മാരിഡ് ആയിരുന്നു ആൻഡ് നിങ്ങളും നിങ്ങളുടെ പേഴ്സൻ്റെ ഇടയ്ക്ക് ഒരു സെപ്പറേഷൻ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ കാര്യങ്ങൾ മുമ്പോട്ട് പോകാൻ തുടങ്ങിയിട്ടുണ്ട്. എന്തോ ഒരു കാര്യം, ഒരു സിറ്റുവേഷനിൽ കമ്മ്യൂണിക്കേഷൻ ഞാൻ കാണുന്നുണ്ട്, ഫോർവേഡ് മൂവ്മെന്റ് കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഒരു ക്രോസ് റോഡ്സിലാണ്. എന്നുവെച്ചാൽ ഇവിടെ നിങ്ങൾക്കൊരു ഡിസിഷൻ എടുക്കാണ്ട്. ഈ ഡിസിഷൻ എന്താണ്? 2 of Swords. ഇവിടെ നിങ്ങൾക്ക് വാക്ക് അവേ ചെയ്യണോ, ഈ റിലേഷൻഷിപ്പിൽ ഇൻവെസ്റ്റ് ചെയ്യണോ, അതാണ് ഇവിടെ ഡിസിഷൻ. എന്നുവെച്ചാൽ എവിടെയോ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഇല്ല ഈ റിലേഷൻഷിപ്പ്, ഈ സിറ്റുവേഷനിൽ. മേ ബി ഞാൻ പറഞ്ഞ മാതിരി ഇതൊരു കാഷ്വൽ റിലേഷൻഷിപ്പ് ആയിരുന്നു നിങ്ങൾക്ക് വേണ്ടിയിട്ട്. നിങ്ങൾ അങ്ങനെ അത്ര സീരിയസ് ആയിരുന്നില്ല. പക്ഷെ ഇവിടെ ആരോ പ്രഗ്നന്റ് ആയി അൺഎക്സ്പെക്റ്റഡ്ലി, ഓറൽസ് അവർ എക്സ്പെക്ട് ചെയ്തു അത് നിങ്ങൾ ഒരു ഫ്യൂച്ചർ അവർക്ക് അവരുടെ കൂടെ ഉണ്ടാവും എന്ന്. അപ്പോൾ ഇപ്പോൾ നിങ്ങളെ ഒരു ക്രോസ് റോഡ്സിലാണ്. എന്താ വേണ്ടേ? ഈ പേഴ്സണെ റിജക്റ്റ് ചെയ്യണോ ഓർ ഇത് ആക്സെപ്റ്റ് ചെയ്യണോ? നിങ്ങളുടെ ഏറ്റവും വലിയ ചാലഞ്ച് 2 of Pentacles ആണ്. അപ്പോൾ 2 of Pentacles ഒരു അൺസ്റ്റേബിൾ എനർജിയാണ്, 2 ഓപ്ഷൻസിന്റെ എനർജിയാണ്, 2 ആൾക്കാരെ ജഗിൾ ചെയ്യണ എനർജിയാണ്. 2 of Pentacles ഇവിടെ എന്താണ്? 3 of Pentacles. അപ്പോൾ ഒരു സിറ്റുവേഷനിൽ ഇവിടെ തേർഡ് പാർട്ടി ഉണ്ട്. അതാണ് ഏറ്റവും വലിയ ചാലഞ്ച്. നിങ്ങൾ മേ ബി 2 ആൾക്കാരെ സൈമൾട്ടേനിയസ്ലി ഡേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അത് നിങ്ങളുടെ എനർജി അല്ലച്ച മേ ബി നിങ്ങളുടെ പേഴ്സൺ അങ്ങനെ ഒരു തേർഡ് പാർട്ടിയിലായിരുന്നു. ആൻഡ് ഇവിടെ അതൊരു സീക്രട്ട് ആണ് ഞാൻ കാണുന്നത്. ഇത് നിങ്ങൾക്ക് അറിയണ്ടായില്ല, ഓരൽസ് നിങ്ങൾ ഈ സീക്രട്ട് നിങ്ങളുടെ എനർജിയാണ് ഇത് വെച്ചാൽ നിങ്ങൾ ഇതൊരു സീക്രട്ടായി വെച്ചു. മജിഷ്യൻ ഇവിടെ അഡ്വൈസ് ആണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. യൂണിവേഴ്സ് നിങ്ങളോട് ഈ ഡുവാലിറ്റി വിടാനാണ് പറയണത്. ഈ ഡുവൽ ലൈഫ് എന്ന് വെച്ചാൽ എവിടെയോ നിങ്ങൾക്ക് 2 സൈഡിൽ നിന്നും കുറെ ഒരു പ്രഷറാണ് ഇപ്പോൾ തോന്നുന്നത്. എവിടെയോ നിങ്ങൾക്ക് ക്ലാരിറ്റി കൂടെ ഒരു ഡിസിഷൻ എടുക്കേണ്ട ആവശ്യമുണ്ട്. മേ ബി നിങ്ങൾക്ക് ഒരു ചോയ്സ് ഉണ്ടാക്കേണ്ട ആവശ്യമുണ്ട്. എന്ന് വെച്ചാൽ ഇവിടെ ആരോ ഒരു ട്രൂത്ത് സീക്ക് ചെയ്യുന്നുണ്ട്, ഒരു ഇൻഫർമേഷൻ നിങ്ങളോട് ചോദിക്കുന്നുണ്ട്, ഡയറക്റ്റായി ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. ഇത് കുറെ സ്ട്രെസ്സാണ് കൊണ്ടുവരണം നിങ്ങളുടെ ലൈഫിൽ. ഇപ്പൊ നിങ്ങൾ മാരീഡ് ആയിട്ട് നിങ്ങളുടെ ലൈഫിൽ വേറെ ഒരു പേഴ്സൺ ഉണ്ട് വെച്ചാൽ നിങ്ങളുടെ പാർട്ട്ണറിന് ആ കാര്യം മനസ്സിലാവുന്നുണ്ട്, അവർക്ക് ഇവിടെ ആ റെവലേഷൻ ഉണ്ടാവുന്നുണ്ട് അത് നിങ്ങളുടെ ലൈഫിൽ വേറെ ആരും ഉണ്ട് എന്ന്. നിങ്ങൾ അത് സീക്രട്ടായി വെക്കാൻ ട്രൈ ചെയ്താലും ഈ കാര്യം പുറത്തു വരാൻ പോകുന്നുണ്ട്. ആൻഡ് നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളോട് ചില ക്വസ്റ്റ്യൻസ്, ടഫ് ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ ചോദിക്കണത്. അതുകൊണ്ടാണ് ഇവിടെ നിങ്ങൾക്ക് കുറെ സ്ട്രെസ്. അതുകൊണ്ടാണ് യൂണിവേഴ്സ് പറയണത് എന്താല്ല വെച്ചാൽ ഓപ്പൺ ആയി സ്ട്രേറ്റ് ഫോർവേഡ് ആയി ഒരു ഡിസിഷൻ ഉണ്ടാക്കുക. എന്ന് വെച്ചാൽ 2 ആൾക്കാരുടെ ഇടയ്ക്ക് നിങ്ങൾ ജഗിൾ ചെയ്യാൻ നോക്കിയാൽ അത് ഒരു അൺസ്റ്റേബിൾ എനർജി ആയിരിക്കും. ഇവിടെ ഹിഡൻ ഫാക്ടറിൽ നൈറ്റ് ഓഫ് സോഡ്സ് ആണ്. അപ്പൊ ഞാൻ പറഞ്ഞ മാതിരി എന്തോ ഒരു ഇൻഫർമേഷൻ പുറത്തു വരാൻ പോകുന്നുണ്ട് ക്വൈറ്റ് അൺഎക്സ്പെക്റ്റഡ്ലി. അപ്പോൾ നിങ്ങൾക്ക് വേഗം ആക്ഷൻ എടുക്കേണ്ട ആവശ്യം വരും. നൈറ്റ് ഓഫ് പെന്റിക്കിൾസ് ഉണ്ട് ഇവിടെ ആൻഡ് ഫൂൾ. ഇവിടെ ഒരു പുതിയ ബിഗിനിങ്ങിന്റെ എനർജി ഉണ്ട്. ഒരു അൺഎക്സ്പെക്റ്റഡ് ടേൺ ഓഫ് ഇവന്റ്സ് ഉണ്ട്. ഈ നൈറ്റ് ഓഫ് പെന്റിക്കിൾസ് എന്താണ് ഇവിടെ? അപ്പോ എന്തോ നിങ്ങള് പാസ്റ്റിന്റെ കാര്യം ഓർത്തിട്ട് കുറെ റിഗ്രറ്റ് ഉണ്ടാവുന്ന എനർജിയാണ് 5 of Cups. അപ്പൊ എന്തോ നിങ്ങളെ ഇവിടെ റിഗ്രറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, എന്തോ നിങ്ങൾ ചെയ്തില്ല, അതിന്റെ റിഗ്രറ്റ് ആണ് ഇവിടെ. അപ്പൊ നിങ്ങളുടെ ഔട്ട്കം എന്താണ് ഇവിടെ? ഔട്ട്കം നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പേജ് ഓഫ് വാൻസ്. ഈ പേജ് ഓഫ് വാൻസ് എന്തുകൊണ്ടാണ് ഔട്ട്കം? ക്വീൻ ഓഫ് പെന്റിക്കിൾസ്. ഇവിടെ ഒരു വെർഗോ എനർജിയാണ് ഞാൻ കാണുന്നത്. ആൻഡ് 10 of Wands. അപ്പൊ എന്തോ ഇവിടെ ഒരു ബാഗേജ് ഉണ്ട്, ഒരു ബേർഡൻ ഉണ്ട്, അത് നിങ്ങൾ റിലീസാണ് ചെയ്യണത്. അപ്പൊ നിങ്ങളുടെ ലൈഫിൽ 2 ആൾക്കാരുണ്ട് വെച്ചാൽ നിങ്ങൾക്ക് ഒരു പേഴ്സണെ ലെറ്റ് ഗോ ചെയ്യേണ്ടി വരും സെപ്റ്റംബർ മാസത്തിൽ. ആ സിറ്റുവേഷൻ അങ്ങനെ വരും. അതല്ല വെച്ചാൽ മേ ബി നിങ്ങളുടെ സീക്രറ്റ്സ് ഒക്കെ തുറന്ന് ആരോട് പറയുന്നുണ്ട്, കൺഫെസ് ചെയ്യുന്നുണ്ട്. എന്നുവെച്ചാൽ ഇതൊരു ബേർഡൻ ആയിരുന്നു നിങ്ങൾക്ക് വേണ്ടിയിട്ടും. ഈ സീക്രട്ട് വെക്കണത് തന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ഡിഫിക്കൾട്ട് കാര്യമായിരുന്നു. ഫൈനലി ആ സീക്രറ്റ്സ് ഒക്കെ പുറത്തു വരാൻ പോകുന്നുണ്ട്. ഓക്കെ, അപ്പോ എന്താണ് ഇവിടെ
നിങ്ങൾക്ക് വേണ്ടിയിട്ട് മെസ്സേജ്, വാട്ട് ഡു യു നീഡ് ടു റിലീസ്. അപ്പോൾ എക്സാക്ട്ലി അതാണ് ഇവിടെ മെസ്സേജ്. നിങ്ങൾക്ക് എന്തോ റിലീസ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. മേ ബി ഒരു പേഴ്സൺ, ഒരു സിറ്റുവേഷൻ, ഒരു കൺഫെഷൻ. ഓക്കെ, ബട്ട് ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ്. ഐ ഹോപ്പ് ഇത് റെസൊനേറ്റ് ചെയ്തിട്ട് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്കൊരു പ്രൈവറ്റ് ആയി റീഡിംഗ് ബുക്ക് ചെയ്യണം വെച്ചാൽ എന്നെ ഇമെയിൽ ചെയ്യുക എൻക്വയറിക്ക് വേണ്ടിയിട്ട്. അതല്ല വെച്ചാൽ എൻ്റെ വെബ്സൈറ്റിൽ വാട്സാപ്പ് ചാറ്റ് അയക്കുന്നുണ്ട്, ക്ലിക്ക് ചെയ്ത് ചാറ്റ് ചെയ്യേണ്ട കൂടെ. അവിടെ ഞാനെല്ലാം പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് അയച്ചു തരും. അതല്ലാണ്ട് നിങ്ങൾക്കൊരു മെമ്പർഷിപ്പ്, എൻ്റെ ചാനലിൻ്റെ മെമ്പർഷിപ്പ് ഉണ്ട്, അതിന് ജോയിൻ ചെയ്യണം വെച്ചാൽ നിങ്ങൾക്കത് ചെയ്യാം. എൻ്റെ ചാനലിൽ ഒരു ജോയിൻ ബട്ടൺ ഉണ്ട്, അതിനെ ക്ലിക്ക് ചെയ്താൽ മതി. മെമ്പർഷിപ്പ് ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് വീഡിയോസിൻ്റെ ഒക്കെ വേഗം ക്വിക്ക് ആക്സസ് കിട്ടും. ഞാൻ അപ്ലോഡ് ചെയ്ത ഉടനെ നിങ്ങൾക്ക് അത് നോക്കാൻ പറ്റും. ഇല്ലച്ചാൽ മറ്റ് നോൺ മെമ്പേഴ്സിനൊക്കെ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യം വരും. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഏർലി ആക്സസ് കിട്ടും എല്ലാം വീഡിയോസിന് വേണ്ടിയിട്ട്. അത് അല്ലാണ്ട് മറ്റേ ലെവൽ നിങ്ങൾ ജോയിൻ ചെയ്ത 2 ലെവൽസ് ഉണ്ട്. മറ്റേ സെക്കൻഡ് ലെവൽ നിങ്ങൾ ജോയിൻ ചെയ്താൽ അതിൽ ഏർലി ആക്സസും കിട്ടും ആൻഡ് ബോണസ് റീഡിങ്സും കിട്ടും. അത് മെമ്പേഴ്സിന് മാത്രമാണ്, നോൺ മെമ്പേഴ്സിന് അതില്ല. അപ്പോൾ ഈ ബെനിഫിറ്റ്സിന് വേണ്ടിയിട്ട് എൻ്റെ മെമ്പർഷിപ്പ് ചാനൽ ജോയിൻ ചെയ്യുക, മെമ്പർഷിപ്പ് ജോയിൻ ചെയ്യുക ചാനലിൽ. ആൻഡ് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിങ് കൊണ്ടുവന്ന്. ടിൽ ദെൻ ടേക്ക് കെയർ, ഓൾ ദ ബെസ്റ്റ്.